നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ശരിക്കും ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കല്ലേ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ. എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്താണ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? പഠിക്കുക, ടോപ്പർ ആവുക, ഒരു ജോലി മേടിക്കുക. പക്ഷേ ജോലി മേടിച്ചതിന് ശേഷം ഈ ഒരു ശമ്പളം എന്ത് ചെയ്യണമെന്ന് ആരും പഠിപ്പിക്കാറില്ല. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഇപ്പം 1,00,000 രൂപ സാലറി ഉണ്ടെങ്കിലും 50,000 രൂപ സാലറി ഉണ്ടെങ്കിലും ആ സാലറി നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്ത് അപ്പോൾ തന്നെ തീർത്ത് കളയും. മാസം അവസാനമാകുമ്പം കയ്യിലൊന്നും തന്നെ കാണൂല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, പിന്നെ എന്തിനാണ് ഞാൻ സമ്പാദിക്കുന്നതെന്ന്. നമുക്കിഷ്ടമുള്ള ഒന്നും ചെയ്യേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ചെയ്യുന്നതിന് മുമ്പ് ഒരു 20%, ഇപ്പോൾ 1,00,000 രൂപയുടെ സാലറി നിങ്ങൾക്കുള്ളെങ്കിൽ അതിലൊരു 20,000 രൂപ നിങ്ങളുടെ സേവിങ്സിനായിട്ട് മാറ്റി വെക്കുക. ബാക്കിയുള്ള 80%-ൽ 50% നിങ്ങളുടെ ചിലവുകൾക്കായിട്ട് മാറ്റി വെക്കുക. ബാക്കി ഒരു 30% അത് നിങ്ങളുടെ ലെഷർ ആക്ടിവിറ്റീസിന് യൂസ് ചെയ്തോളൂ. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് വന്നതായിട്ട് കുറച്ച് മാസങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം പഠിപ്പിച്ചില്ലെങ്കിലും ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ നമ്മൾ മസ്റ്റായിട്ടും അക്വയർ ചെയ്യേണ്ടതാണ്. ഇല്ലെങ്കിൽ നാളെ ഒരു സമയം തിരിഞ്ഞു നോക്കുമ്പോൾ കയ്യിലൊന്നും തന്നെ കാണില്ല. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നമ്മുടെ പേജിൽ ഇനിയും ഞാൻ ഇട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ ചെറിയ ചെറിയ ഫിനാൻഷ്യൽ ടിപ്സിനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്തോളൂ.